അളിയ ഇപ്പൊ ഇതാണ് തിരുമുക്കിൽ നമ്മുടെ ചാത്തന്നൂർക്കാർക്ക് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഭാവിയിൽ വേറൊരു സമാന്തരമായിട്ട് ഒരു അണ്ടർ പാസേജ് കൂടെ വന്നില്ലെങ്കിൽ വിഷയമാകാൻ പോകുന്ന ഇപ്പോഴത്തെ വിവാദ വിഷയം. നമ്മൾ പരവൂരിന്ന് മെയിൻ ചാത്തന്നൂർ ഹൈവേയിലോട്ട് തിരുമുക്ക് ഹൈവേയിലോട്ട് എത്തപ്പെടി അതോ ആ കാണുന്ന ഇത് കണ്ടോ, അതാണ് ഇപ്പൊ വിവാദമായിക്കൊണ്ടിരിക്കുന്ന അണ്ടർ പാസേജ്. തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയറും മറ്റും കൈകാര്യം ചെയ്ത സംഭവം ഉണ്ടാക്കിയൊരു അണ്ടർ പാസേജ് ആണ് അത്. പക്ഷെ ആർക്കും ഉപകാരപ്പെടാത്ത രീതിയിലായി പോയി അതിന്റെ ജൈവനയും കാര്യങ്ങളുമല്ല. ഇപ്പൊ ഈ പോകുന്ന ബസ്സുകളുണ്ടോ, ഈ ബസ്സുകള് ഇപ്പൊ ഇവിടുന്ന് ചാത്തന്നൂർ ടച്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് വരുന്നത് തിരുവനന്തപുരത്ത് ഇവർക്ക് തിരിയാനും പറ്റില്ല, അങ്ങോട്ട് റോങ് കയറിയിട്ട് പോകണം. അവിടെ നിന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല, നടക്കത്തില്ല. അവർക്ക് ഇത് പിന്നെ തിരിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ മൈലക്കാട് 2 കിലോമീറ്റർ അപ്പുറം 1.5 കിലോമീറ്ററിനടുത്ത് മൈലക്കാട് പോയി യു ടേൺ ചെയ്ത് വരണം. യു ടേൺ ചെയ്ത് വരുമ്പോഴത്തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടെ വന്നിട്ട് അവർക്കുള്ള ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കൊച്ചുങ്ങൾക്ക് ഇവിടെ 2 പിന്നെ +2 എല്ലാം പോട്ടളിയാ. ഫയർഫോഴ്സിന്റെ ഫയർഫോഴ്സിനും പരവൂരിന്ന് വേണം വരാൻ. എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുണ്ട് അതോ അതിന്റെ ചെയ്വനം നോക്കി. ഈ അണ്ടർ പാസേജ് കുറച്ച് ഈ സൈഡിലായിട്ടാണ് നിൽക്കേണ്ടത്, ഇത് ഇപ്പുറത്തോട്ട്. അതുമല്ല ഇതുവഴി വന്നല്ല, ഇത് എങ്ങനെ കയറും? ഇത് അവിടുന്ന് വരുന്ന വണ്ടികൾ ഇവിടുന്ന് റോങ് കയറി വണ്ടികൾ ആക്സിഡന്റ് നടക്കത്തില്ല. ഇതുണ്ടോ അതല്ല ഈ ഏറ്റവും വലിയ ഫാൾട്ടാ. ഈ പോകുന്ന ടിപ്പർ അപ്പുറത്ത് തിരിയത്തില്ല, സ്ഥലമില്ല അവിടെ ഒന്നുമില്ല. ഇതേ കണക്ക് തന്നെ. അതുകൊണ്ട് അതും ഈ പൊസിഷൻ ഈ കറക്റ്റിന് വരണ്ടേ ഇവിടെ. ഈ പറയുന്ന ഈ സംഭവം ഇവിടെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ സ്ട്രേറ്റ് ഇവിടെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി ഇപ്പുറത്തോട്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് ഒന്നില് അണ്ടർ പാസേജ് പുതുക്കി പണിയണം, പുതിയ ഒന്നുകൂടെ വെക്കണം, പണിയണം. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊളിക്കേണ്ട ആവശ്യമില്ല, അതവിടെ നിലനിർത്തിക്കൊണ്ട് ഒന്നുകൂടെ പണിയേണ്ടി വരും. അല്ലാതെ ഒരു പ്രയോജനം ഇല്ലാത്ത സംഭവത്തിലാണ് ഇതിപ്പോ പണിഞ്ഞു വെച്ചേക്കുന്നത്. ആർക്കും ഒരു പ്രയോജനം ഇല്ല. ചെറിയ വണ്ടികൾ എങ്ങനെയൊക്കെ കഷ്ടിച്ച് പോയത് റോങ് സൈഡിൽ ഇത് ഇത്രയും കാര്യമായിട്ട് ചെയ്തിട്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത രീതിയിലായിപ്പോയി. ചാത്തന്നൂർ നിവാസികൾക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രവും കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് കുറെ ആളുകളെ അഭിപ്രായങ്ങളും കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അല്ലെങ്കിൽ ഇത് പണിയാൻ തുടങ്ങുമ്പോൾ ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊട്ടിയം പൗരവേദി എന്ന് പറഞ്ഞ പൗരവേദിയുടെ നിരന്തര പരിശ്രമ ഫലമായിട്ടാണ് ഈ അണ്ടർപാസ്, നമ്മളെ ചാത്തന്നൂർ അണ്ടർപാസേജ് ഇല്ലേ. അല്ല ശ്രീമാരെ, അന്ന് നമ്മൾ ഇവിടെ ഇല്ല, നമ്മള് ഗൾഫിൽ ഇരുന്നിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കാണുന്നത്. നമ്മള് വാർത്തകൾ കാണുന്ന അവിടെ ഇരുന്നിട്ടാണ്. അപ്പൊ അതിനകത്ത് ഈ എന്തോ ദേശീയ വികസന സമിതിയോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഗ്രൂപ്പൊക്കെ നമുക്കില്ലായിരുന്നു. അതുകൂടെ ഉണ്ട് ഇല്ലേ. അത് കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 1-2 മറ്റേ രാജേഷ് ഏട്ടനൊക്കെ അവരൊക്കെ കാര്യമായിട്ട് അതിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇത് ഒരു കാര്യവും ഇല്ലാതെ കുറച്ച് ആൾക്കാർ ഡെയിലി വന്നിട്ട് അവിടെ ഒരു കുഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കട്ടർ അതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ശരിയാക്കി. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, എന്തുവാന്ന് അറിയത്തില്ല. ഇത് നമ്മൾ വേണ്ടതിനും വേണ്ടാത്ത കാര്യങ്ങൾക്കെല്ലാം ഇടപെട്ട് ഉളവാകുന്ന ഒരു സമീപനം പലപ്പോഴും സമിതികളുടെ വെറുതെ ഒരു കാര്യമില്ലാതെ കുറെ വീഡിയോസ് ഉണ്ടാക്കി അവിടെ ഇടുക ഇവിടെ ഇടുക. ഇത് ഒന്നും ഓർക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാശ്മീർ മുതല് ഈ കന്യാകുമാരി അവസാനിക്കുന്ന ഹൈവേ ആണ്. അപ്പോഴത്തേന് അതിന്റേതായ എല്ലാ ആൾക്കാരും കാര്യങ്ങൾ അവർ ചെയ്യാൻ നാഷണൽ ഹൈവേ ഈ വേണ്ടപ്പെട്ട ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കാര്യങ്ങൾ ഇത് വേണ്ട തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നാട്ടിലൊരു ചെല്ലില്ലേ. തൊട്ടതിനും ആവശ്യമുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഇവർക്ക് ഇപ്പൊ ഇവിടുത്തെ സമിതി എല്ലാമ്പോഴത്തേക്കും അവന്മാര് വന്നു എന്നുള്ളൊരു മൈൻഡാ. കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നില്ല. ഡെയിലി വന്നൊരു ഫോട്ടോ ഇടുക, അതാണ് ഇപ്പൊ ഇവിടുത്തെ ട്രെൻഡ്. രാവിലെ വന്ന നാഷണൽ ഹൈവേയിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു കുഴിയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അവരതാ പിന്നെ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്, കളക്ടറായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാ ഇവിടെ നടക്കുന്ന ഷോകൾ. കളക്ടർക്ക് കുഴി അടയ്ക്കാനാണ് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടില്ല. ആദ്യമേ ഇടപെട്ടിരുന്നെങ്കിൽ ഈ സൈറ്റൊന്നും അന്ന് പല ആൾക്കാർ ഇവിടെയുള്ള പിന്നെ ഈ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും പറഞ്ഞതാ ഇത് ചെയ്യുവനല്ലെന്ന്. അന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇത് പണിഞ്ഞു വരുമ്പോ നോക്കിയോ ഇതെല്ലാം ക്ലിയർ ആവും. എന്നിട്ട് ഇപ്പൊ കിടന്ന് കയ്യും കാലും വിട്ടടിച്ച് വെള്ളം വെക്കും. അകത്തൂടെ ഈ ഒരു ലോഡും വണ്ടി അപ്പുറം ഇപ്പുറം തിരിയണമെന്ന് വെച്ചാൽ നടക്കത്തില്ലെന്ന്. ഇല്ല, എങ്ങനെ നടക്കുന്നത് നോക്കിയാൽ ഒന്നാമതെ വീതിയില്ല. ഇത് വന്നിട്ട് ഒന്നുകിൽ അപ്പുറത്തുള്ള കടകൾ എടുക്കണം, അല്ലെങ്കിൽ ഹൈവേ അതോറിറ്റി കണക്കൂട്ടുന്ന വേറൊരു കാര്യം ഉണ്ടല്ലോ. ഹൈവേ അതോറിറ്റി കണക്കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹൈവേയുടെ കൊല്ലം ജില്ലയിലല്ല ഇപ്പൊ ഈ വരുന്ന പാസേജുകളില് അണ്ടർ പാസേജ് ഒരു 2 കിലോമീറ്ററിനകത്ത് ഈ 4 അണ്ടർ പാസേജ് വരുന്ന ഒരേ ഒരു സ്ഥലം ഈ ചാത്തന്നൂരേ ഉള്ളൂ. അളിയൊന്ന് എടുത്ത് നോക്കി. ഒന്ന് ഒന്ന് ഈ തിരുമുക്ക്, പിന്നെ ചാത്തന്നൂർ ജംഗ്ഷൻ, ഒന്ന് KSRTCന്റെ അടുത്ത്, ഒന്ന് ശീമാട്ടി. വേറെ ഒന്നുമില്ല. കൊട്ടിയം കഴിഞ്ഞാൽ മൈലക്കാട് യു ടേൺ ചെയ്യാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന പാസേജ് ഇവിടെയാണ്. ഇവര് പിന്നെ ഇത്തിക്കര ഉള്ള ആൾക്കാർക്കൊന്നും അവിടെയും കിടന്ന് വെള്ളം വെക്കുന്നുണ്ട്. എല്ലായിടത്തും ഒന്നും പാസേജ് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ ഫയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോലും ബുദ്ധിമുട്ടാണ്. ഈ കാണുന്നതാണ് ആ ചെറിയ കോലം ഇതാ. പക്ഷെ ഇത് അന്ന് ആളുകൾ കാര്യമായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ കിടന്ന് വെള്ളം വെക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാവില്ലായിരുന്നു തോന്നുന്നു.
പക്ഷേ ഈ ഇതിനകത്ത് കുറെ വികസന സമിതിയിലെ കുറെ അംഗങ്ങളുണ്ട്, രാജേഷ് ചേട്ടൻ, അങ്ങനെ കുറെ അവരൊക്കെ കാര്യമായിട്ട് ഇടപെടുന്നുണ്ട്. അവര് വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നതായിട്ട് കാണാം. അല്ലാതെ കുറെ ആൾക്കാർ വന്നിട്ട് ഡെയിലി ഓരോ ഫോട്ടോ ഇടാനായിട്ട് എന്നും ഹൈവേയിൽ വന്നിരിക്കും. എന്നിട്ട് പിറ്റേന്ന് ഇവിടുത്തെ കുഴി ഞാൻ അവരെ കൊണ്ട് അടപ്പിച്ചിട്ടുണ്ട്, മറ്റേ ഓടയിലെ സ്ലാബ് എടുത്ത് അങ്ങോട്ട് ഇടിയിച്ചിട്ടുണ്ട്. എന്തിനാണോ എന്തോ പറയുന്ന പിതൃത്വം ഏറ്റെടുക്കാൻ ഒരു കാര്യമില്ലാതെ കുറെ ഫോട്ടോഷോപ്പ് പരിപാടിയായിട്ടാണ് ഇവിടുത്തെ ആൾക്കാരുടെ പരിപാടി. ഇത് ശിവാലയ കൺസ്ട്രക്ഷൻ അല്ലേ? ശിവാലയ കൺസ്ട്രക്ഷനെ തന്നെ നടത്തുന്ന. പക്ഷേ ഈ അവർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഏരിയ ഇത് മഴയും നമ്മുടെ റോഡിന്റെ പരിസ്ഥിതിയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇവിടെ ഈ എപ്പോഴും വണ്ടി ആക്സിഡന്റ്, ഈ മഴ ചെയ്തപ്പോഴത്തേനും ഇവിടെ വണ്ടി പൊതയിലായിരുന്നു. അന്നൊക്കെ ഈ ഇവര് കുറെ ഇടപെട്ടായിരുന്നു, ഈ വികസന സമിതിയൊക്കെ കാര്യമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള ആൾക്കാർ ഇതിനകത്ത് വന്നിട്ട് ഈ ഉള്ളതും കൂടെ പ്രാധാന്യം നശിപ്പിച്ചു കളഞ്ഞു. സിനോ ഇതിന്റെ സബ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു. പക്ഷെ ആ ഒരു സാധനം കുറച്ച് ഇപ്പുറത്തോട്ടായിരുന്നു, ആ റോഡിന് സമാന്തരമായിട്ട് ചെയ്തിരുന്നെങ്കിൽ വളരെ പെർഫെക്റ്റ്. പിന്നെ ഇന്ന് ഈ പ്രശ്നമൊന്നും വരത്തില്ലായിരുന്നു. ഇതിപ്പോ അതുവഴി വണ്ടി ഒരെണ്ണം റോങ് സൈഡ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ ഒന്ന് പിന്നെ ഫയർ സ്റ്റേഷന്റെ കാര്യം. അവരെങ്ങനെയും ചിലപ്പോ എമർജൻസി എവിടെയെങ്കിലും കൂടെ കുത്തിക്കയറ്റി അപ്പുറത്ത് എത്തുമായിരിക്കും. എന്നാലും ബ്ലോക്ക് വരും. പിന്നെ ഈ പിള്ളേര് 2 NSS-ഉം പിന്നെ നമ്മുടെ GHS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റിന്റെ കിടക്കുക എത്രായിരം പിള്ളേർ അവിടെ പോയി. 2 2000 അടുത്ത് പിള്ളേർ വരും. ആ +2 പഠിക്കുന്ന പിള്ളേര്. പിന്നെ ടൂറിസം ഈ വരുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ടൂറിസം. പരവൂര് വർക്കല എന്ന് പറഞ്ഞാൽ ടൂറിസം ഭൂപടത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മെയിൻ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന ഭാഗമായത്. ഇപ്പം വർക്കല മാറി നമ്മുടെ മീനാട് നെടുങ്ങോലോ ആയിട്ടുണ്ട്. മീനാട് നെടുങ്ങോലോ ഇതെല്ലാം ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് തിരിഞ്ഞു പോകേണ്ട ഭാഗങ്ങളാണ്. അതിന് പരവൂര് ആൾക്കാർ ഇപ്പൊ ഇവിടെ ഉപവാസവും സമരമൊക്കെ ആയിട്ട് കുറെ നിവേദനമൊക്കെ അയച്ചേക്കുന്നു. ഇവിടുന്ന് അവർ അയച്ചിട്ടുണ്ട്. മാറ്റം വരുമെന്നാണ് ഇവിടെ ഉള്ളവരുടെ എല്ലാം പ്രതീക്ഷ. എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വേണ്ട കാര്യങ്ങളിൽ അർത്ഥവത്തായിട്ട് ആ സമയങ്ങളിൽ ഇടപെടാതെ നമുക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിലും അന്യനാട്ടിലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലത്തെങ്കിലും അത് നന്നാവട്ടെ. ഇവിടെ ഉള്ളവർ പോലും ഇത് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ ഉള്ളവർ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നവരെയും കൂടെ പറയിപ്പിക്കാനായിട്ട് ഡെയിലി ഫോട്ടോഷോപ്പ് നടത്താനായിട്ട് കുറെ ആൾക്കാരുണ്ട്. അവരാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഈ ഉള്ളതിന്റെയും കൂടെ പ്രാധാന്യം നശിപ്പിച്ചു. ആകപ്പെടെ നമുക്ക് കിട്ടുന്ന ഒരു 3 മാസം ലീവിലായിരിക്കും നമ്മൾ ഇത് വന്ന് ഈ ഒരു സംഭവം കണ്ടപ്പോ എന്തായാലും ഇതിന്റെ ശ്രദ്ധയപ്പെടുത്താൻ അളിയന് തോന്നിയ വലിയൊരു കാര്യം. ഇല്ല, ഇത് വാർത്തകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇന്നലെ പത്രങ്ങളിലും ഇന്നലെ മെനഞ്ഞാന്നും എല്ലാം ഒരുപാട് പത്രമാധ്യമങ്ങളൊക്കെ വന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാർത്തകൾ ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് ഇതാണ്ടോ ഇപ്പൊ തന്നെ. അതുകൊണ്ട് ആ ടിപ്പർ വന്നിട്ട് അവിടെ ഇപ്പൊ നോക്കിയാ ആണ്ടോ ആ ടിപ്പർ ആ ബസ്സും എല്ലാം കൂടെ വന്നിട്ട് ആണ്ടോ അതിനകത്തോട്ട് തിരിഞ്ഞു കയറാൻ പറ്റുന്നില്ല അവർക്കത്. വണ്ടി കംപ്ലീറ്റ് ബ്ലോക്ക് ആയേ. അല്ല, അവിടെ ഇപ്പൊ വണ്ടി പാസ് ചെയ്യുന്നില്ല. ഇപ്പൊ അവിടെ അടച്ചു. അതിനകത്തോട്ട് കയറി അവര് നോക്കിയതാ, നടക്കത്തില്ല. ആ ടിപ്പർ വന്നു. ആ ടിപ്പർ അവരുടെ വണ്ടി വന്നതാ, ഈ സൈഡ് നടക്കുന്നില്ല. കണ്ടോ റിവേഴ്സ് എടുക്കും അത്. അപ്പൊ ഒരു ഫയർഫോഴ്സിന്റെ വണ്ടിയാ വന്നെന്നെങ്കിലോ വലിയ ബുദ്ധിമുട്ട് തന്നെ. ഇതിന്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഈ പണി ഇപ്പുറത്തെ സൈഡിലൂടെ ഒരു അണ്ടർപാസ് ഇവിടെ വന്നേ പറ്റും. തീർച്ചയായിട്ടും. അല്ലാതെ ഇതിന് ഇവിടെ ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ അത് നോക്കി അവിടെ പരവൂരിന്ന് വരുന്ന വഴി വണ്ടി തിരിയാനാണ് ഇത്. അത് റോങ് സൈഡ് പോകും. അത് റോങ് സൈഡ് കയറി അങ്ങോട്ടാ മാറ്റി വെച്ചേക്കും. അത് റോങ് സൈഡ് പോകും. അവിടെ നിന്ന് വരുന്ന വണ്ടിക്ക് ഒരിക്കലും ഇവിടെയാണ് സംഭവം വരേണ്ടത്. ഇവിടെയാണ് ഈ അണ്ടർപാസേജ് വരേണ്ടത്. ഇവിടെയാണ് വരേണ്ടത്. ഇതിപ്പോ ഇതിന് ഒരു പരിഹാരം കാണണമെങ്കിൽ ഇതിന് സമാന്തരമായി ഇവിടെ വീണ്ടും വേറെ അണ്ടർപാസ് ഇവിടെ വന്നാലേ ഒരെണ്ണം കൂടെ പണിഞ്ഞാൽ മതി. ഒന്നുകൂടെ പണിഞ്ഞാലേ ഇവിടെ പരിഹാരം ആവത്തുള്ളൂ. അത് നടക്കുമെന്ന് പറയുന്നത് എല്ലാവരും നിവേദനവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കും. അല്ലാതെ കാര്യം ഇതുകൊണ്ട് പ്രയോജനമില്ല. ഇതൊരു നമ്മുടെ 2 സ്കൂള്, അവിടെ വരുന്ന വിദ്യാർത്ഥികൾ, പ്രൈവറ്റ് ബസ് തിരിയാൻ ഇതിനൊന്നിനും ഒരു സൗകര്യമില്ല. പ്രത്യേകിച്ച് ഫയർഫോഴ്സ് കാണാൻ പരവൂര് ആപ്പടെ ഉള്ളത് പരവൂരിന്ന് ഫയർഫോഴ്സ് കാണാൻ വന്ന് ഇവിടെ തിരിയണമെന്നുണ്ടെങ്കിൽ റോങ് സൈഡ് പോയാൽ തിരിയണം. കണ്ടാ ബേക്കറി കാണുന്നില്ല. പിന്നെ 6 വീല് വണ്ടിയൊന്നും തിരിയത്തില്ല. നോക്കിയേ വേണ്ട. 6 വീല് വണ്ടിയൊന്നും ഇതുവഴി ഒരു ടിപ്പറൊക്കെ ഒന്ന് തിരിഞ്ഞു പോകണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അതുവഴിയും തിരിയത്തില്ല, ഇതുവഴിയും തിരിയത്തില്ല. ഇത് ആദ്യമേ ചെയ്ത് ആൾക്കാർ ഇത് നോക്കി കറക്റ്റ് ചെയ്ത് ഇതിന്റെ പരിഹാര മാർഗം തേടി പോയിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ വിഷയം ഉണ്ടാവില്ലായിരുന്നു. ഇത് ഇങ്ങോട്ട് മാറ്റി കുറച്ച് ഒരു സ്വല്പം കൂടെ വീതി ചെയ്തിരുന്നെങ്കിൽ. പിന്നെ ഡെയിലി ഇവിടെ ഫോട്ടോയും റീൽസും ഇവിടെ ആളുണ്ടെന്നോ ഇല്ലയോ? അതേ നടക്കുന്നുള്ളൂ. നമ്മളാ ഈ ഗൾഫിൽ ഇരുന്ന് കാണുമല്ലോ ഇവിടുത്തെ വികസന ഈ എന്തൊക്കെയോ ഗ്രൂപ്പിനകത്തൊക്കെ ആൾക്കാർ ഇടുന്നത്. അവര് ഒരു കുഴി ഉണ്ടെങ്കിൽ വന്നു ഞാൻ ഇന്ന് ഇവിടെ വന്ന് എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാറില്ല. പറയത്തില്ല കേരളത്തിൽ എന്തൊക്കെയോ നടക്കുന്നത്. നമുക്ക് ഈ പാലത്തിന്റെ കുറച്ച് ഭാഗങ്ങളൂടെ ഷൂട്ട് ചെയ്തിട്ടേ ഇവിടെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏകദേശമൊക്കെ എപ്പോഴത്തേനാവും തോന്നും. അതിനുശേഷം നമുക്ക് ഈ 4 അണ്ടർപാസേജ് ഒന്ന് കവർ ചെയ്തിട്ട് വന്നാൽ നമുക്ക് ശീമാട്ടിയും KSRTC ജംഗ്ഷനും ചാത്തന്നൂരും എല്ലാം ഒന്ന് കറങ്ങിയടിച്ച് മൊത്തത്തിൽ ആൾക്കാരെ ഒന്ന് കാണിച്ച്
അപ്പോൾ ആൾക്കാർക്ക് ഇവിടെ ഇല്ലാത്തവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വിദേശത്തിരിക്കുന്നവർക്കും ഒക്കെ മനസ്സിലാവുമല്ലോ. ഈ മാട്ടിലെ വീതി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വണ്ടിയുടെ വീതി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. 2 വണ്ടി പാസ് ചെയ്ത് വണ്ടി ചെറിയ വണ്ടികൾക്ക് ഉദ്ദേശിച്ചാണ് ഇവർ ചെയ്തത്. ചെറിയ വണ്ടികൾക്ക് ഉദ്ദേശിച്ചാണെങ്കിൽ ഇത് അങ്ങോട്ട് കുറച്ച് മാറണമായിരുന്നു ഇതിന്റെ സ്ഥാനം. ഇത് പലവൂരിൽ നിന്ന് വരുന്ന മെയിൻ വണ്ടികൾക്കാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഒരു ഐഡിയ ഇല്ലാതുള്ള പണിയൊക്കെ ആയപ്പോഴേ. പലവൂരിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇവിടെ തിരിയത്തില്ല, അല്ലാത്ത ജീവനായി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പം അപ്പുറത്തൊരു അണ്ടർപാസ് ഇവിടെ വന്നാൽ ക്ലിയർ ആവും. 2 വണ്ടി ഇതുവഴി ഒരിക്കലും പാസ് ചെയ്യത്തില്ല. ഇല്ല, ഇവിടെയും കൂടെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇങ്ങനെ ഒരു ബെൻഡ് വേണമായിരുന്നല്ലേ? ഒരു ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അല്ലാതെ വണ്ടി കട്ടായി കയറുമെന്ന് പറയാം. പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണ്ടർ പാസേജ് അവിടെ നിലനിർത്തിക്കൊണ്ട് ഇവിടെയാണ് ഇതിന്റെ പൊസിഷൻ കറക്റ്റ് വരേണ്ടത്. അല്ലെങ്കിൽ 2 എണ്ണം വേണം, എങ്കിലേ ഒരെണ്ണം കൂടെ ഇവിടെ വേണം. ഒന്നും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ആവത്തുള്ളൂ. എങ്കിലേ ആ പലവൂരിൽ നിന്ന് വരുന്ന വണ്ടിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാൻ പറ്റും. पहले सही ना होना चाहिए. अभी ये इधर हमारा पास ये फायरफोर्स का गाड़ी नहीं क्या ऐसा भी करके ये बनाना चाहिए ना. अगर अभी भी कोई रिस्क लेगा इससे लोकल वाला तो बन जाएगा, डबल बनेगा. हाँ, अभी इसके लिए स्ट्राइक चल रहा है. लेकिन ये लोग अगर बोलेंगे नहीं स्ट्राइक चल रहा है. हम लोग ऐसा छोटा हम इधर का है, मगर बड़ा जो न्यूज वाला आया वो कुछ फायदा नहीं है. ये लोग सब बोल के थोड़ा सा कुछ हेजलमेंट आएगा, लेकिन अब जैसा डिजाइन होगा वैसे ही. आरी वाल तोड़ के ना फ्लाईओवर बनाया गया मार्केट में, सूरत में. हम लोग काम अच्छा किधर उधर सूरत में. सूरत में हाँ, हम लोग तो वहाँ ऐसे आरी वाल बन रहा था मार्केट के अंदर से. यहाँ पे कुटिया में आरी वाल बनने में तो वहाँ का सारा मार्केट वाला इकट्ठा होके रुकवा दिया. तो फिर उसके बाद नहीं, ये बनाने से पहले ये लोग रुकवाना था. ये जब सब बना के बाद अभी बोलेगा. अभी देखो एक बड़ा गाड़ी उधर जाके घूमेगा, नहीं घूमेगा, वो पूरा तोड़ना पड़ेगा. अभी इधर भी नहीं घूमेगा. चल रहा हाँ, है ना. और रिजल्ट क्या होगा? रिजल्ट कुछ भी नहीं होगा. वो तोड़ के इधर बनाना है. कुछ भी नहीं है. ये तो डिजाइन ये कुछ भी नहीं है. आखिर ही होएगा. हाँ, उसको भी समझ में आए कि नहीं भाई वो हो सकता है आगे में एक्वायर करे जमीन, ये भी तो हो सकता है. हाँ, वो भी सही बात. मगर फिर भी ये भी तिरछा है. अभी कितना भी बनाना वो रिक्वायर करेगा तो कितना तक रिक्वायर करेगा बोल. लेकिन अब उधर तो जाना नहीं बहुत करेगा तो ये ट्रेन के बाद में इसमें सबसे अच्छा क्या है, एक इधर बना दो खलास. शुक्रिया भैया, चलता हूँ. हम थोड़ा हम इधर का लोकल പോയി മനസ്സിലായില്ലേ? അതിന് പോകാതെ ഇവിടുന്ന് തിരിച്ചു കയറി അങ്ങ് പോയി. യഥാർത്ഥത്തിൽ ചാത്തന്നെ വരണമെന്നില്ലയോ? അതിന് വരണമെന്നുണ്ട്. ഇവരെങ്ങനെ വരും? ഇവർക്കുള്ള ടൈം പ്രശ്നമാവില്ലേ? ടൈമിങ് വിഷയമാവില്ല. ഇവര് മൈലിക്കാട് പോയി തിരിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേന് ബാക്കി വണ്ടിക്കാരും ചീത്ത വിളിയുമ്പോഴല്ലേ ഇവരെ ഇത് പോവില്ലേ? ഇവിടെ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ കൊച്ചുങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് 1.5-2 കിലോമീറ്റർ നടന്ന് ഇങ്ങോട്ട് വരണം. അല്ല 1 കിലോമീറ്റർ അടുത്തില്ലേ തിരുമുക്ക്? ആക്കി കഴിഞ്ഞാൽ ഇത് ഈ സംഭവം ക്ലിയർ ആവും. കറക്റ്റ് ആക്കിയാലേ ഇതിനെല്ലാം പരിഹാരം ആവത്തുള്ളൂ. ഓക്കെ.
ജംഗ്ഷൻ അപ്പുറത്തെ പണ്ടെന്ന് പറഞ്ഞാൽ ചന്തയിലെ കാര്യം ഇവിടെ ഈ ബേബി സ്റ്റോറിലും മുണ്ടയ്ക്ക സ്റ്റോറിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ ചന്ത അടക്കുന്ന കാര്യങ്ങളും. പക്ഷേ ഇത് ചൈന വൻമതിലിന്റെ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ ചെയ്യുന്ന കണക്ക് മറ്റേ പാലം ചെയ്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ, തൂണിലായിരുന്നെങ്കിൽ അടിയിലെല്ലാം പാർക്കിംഗ്. ഇതിന്റെ പ്രശ്നം ആൾക്കാർ ചെറിയ കടകൾ വെച്ചിട്ട് ഇതിന്റെ ഇത് തന്നെ കിട്ടിയത് വലിയ ഭാഗ്യം. ഇവിടെ 25 മീറ്റർ പോലും ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പൊ 30-40 മീറ്റർ 50 മീറ്റർ ഉണ്ട് ഇവിടെ വീതി. അത് വന്നെന്ന് പറഞ്ഞാൽ കൊട്ടിയം പൗരവേദി നിരന്തര സമരം നടത്തിയതിന്റെ ഭാഗമായിട്ട് അവർക്ക് 150 മീറ്റർ അനുവദിച്ചു. പാരിപ്പള്ളിയിൽ 100 മീറ്റർ ഉണ്ട്, ഇവിടെ 50 മീറ്റർ. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം കൂടെ അന്നൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു 100 മീറ്റർ എങ്കിലും നിർത്തിയിരുന്നെങ്കിൽ കിട്ടിയനായിരുന്നു. 100 മീറ്റർ കിട്ടിയിരുന്നെങ്കിൽ എന്തെല്ലാം ഇവിടെ പിന്നെ ഈ ഒന്നുമില്ലെങ്കിൽ 2 വീലറിന് ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്ന അവർക്ക് തന്നെയായിരുന്നു പ്രയോജനം വരുന്നത്. എന്നിരുന്നാൽ ഈ പാർക്കിങ്ങിന് ഇവിടെ ഇപ്പൊ ഇതുകൂടെ റോഡ് പണി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുട്പാത്തൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ല. കച്ചവട സ്ഥാപനങ്ങൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകാൻ പോകുന്നത്. കച്ചവട സ്ഥാപനങ്ങൾ അല്ലെങ്കിലും ചാത്തന്നൂർ വലിയൊരു ഗുണമില്ലാതായി, മനസ്സിലായി. അവര് ഇതൊക്കെ കൊണ്ടാണ് കാരണം. പിന്നെ അതിന്റെ മെയിൻ ഒരു കാര്യം ചാത്തന്നൂർ മരിച്ചതിന്റെ ഒരു കാര്യം ഈ പള്ളിക്ക് മണ്ണടി പാലം നേരത്തെ ഇതായിരുന്നെങ്കിൽ എന്നേ ആയിപ്പോയത്. എന്നേ ചാത്തന്നൂരിന്റെ കൂമ്പടച്ചളഞ്ഞത് ആ ഒരു പാലത്തിന്റെ പണിയാണ്. 25 വർഷം മുമ്പ് അത് റെഡിയായിരുന്നെങ്കിൽ ചാത്തന്നൂർ വേറൊരു രൂപത്തിലായി. പിന്നെ ഇത് കംപ്ലീറ്റ് ഇപ്പം കൊട്ടിയമായല്ലോ. ഈ കൊട്ടിയത്താണെങ്കിൽ കൂടിയും ഈ പറഞ്ഞ പ്രയോജനം ഈ ഹൈവേ വരുമ്പോഴത്തേന് ഇവരെ ഈ നേരെ ഈ കുന്നിന്റെ മണ്ടേ കൂടെ അങ്ങ് പോയല്ലേ മെയിൻ വണ്ടികളല്ലേ. ഹോട്ടലുകാർക്കൊക്കെ വലിയ അടിയാണ്. പക്ഷെ അവിടെ തൂണിലായിരുന്നെങ്കിൽ, അതായത് മറ്റേ അണ്ടർ പാസേജോ അല്ല മറ്റേ ഇതിനകത്തായിരുന്നെങ്കിൽ, കണക്ക് മണ്ണിട്ട് ചെയ്യാതെ മതിൽ പോലെ ആക്കാതെ മറ്റേ ബ്രിഡ്ജ് പോലെ ആയിരുന്നെന്നുണ്ടെങ്കിൽ എന്തുമാത്രം കടകൾ താഴെ, ആൾക്കാരുടെ പാർക്കിങ്. പിന്നെ ഈ പാർക്കിംഗ് തന്നെ മെയിൻ ഒരു കാര്യമാണ്. കടകളിലേക്ക് ആൾക്കാർക്ക് വരാൻ ഇനി ഈ വരുന്ന ആൾക്കാർ എവിടെ വണ്ടി എവിടെ ഇടും? വണ്ടി വെക്കാൻ സ്ഥലമില്ല. എന്നിട്ട് പോലീസുകാർ വെറുതെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക, അങ്ങോട്ട് പാർക്ക് ചെയ്യുക. എവിടെ പാർക്ക് ചെയ്യണമെന്ന് പറ. ഈ പോലീസുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തില്ലേ പറ്റും. അവർ ഇവിടെ ഓട്ടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതിന് പാർക്കിങ്ങിന് ഒരു സ്ഥലവും ഒരു ബദൽ സംവിധാനവും കൂടെ ഈ പഞ്ചായത്തിൽ ഉള്ള ഒരു ഇത് കണ്ടുപിടിക്കണമായിരുന്നു ആദ്യം കേട്ടോ. അല്ലാതെ ഇത് വെറുതെ ആൾക്കാരെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചിട്ട് കാര്യമുണ്ടോ? അളിയ വണ്ടിയായിട്ട് വരുന്നത് ഒന്ന് മീൻ മേടിക്കണം അല്ലെങ്കിൽ കടയിൽ കയറണം, അളിയന് എവിടെ കൊണ്ടിടുമെന്ന് പറ. കണക്ക് എത്രയോ പേര് ചാത്തന്നൂരുണ്ട്. അപ്പൊ എല്ലാരും കൂടെ കൊണ്ടുവന്ന് വണ്ടിയിട്ട് ഇവർക്കും ബുദ്ധിമുട്ടാണ്. അല്ലെ ഇതുകൂടെ ആകുമ്പോൾ നമ്മൾ 4 ഈ ചാത്തന്നൂർ ജംഗ്ഷനിലുള്ള 4 അണ്ടർ പാസേജും കവർ ചെയ്ത് ചീമാട്ടി തിരുമുക്ക് ഇവിടെ ഈ 2 കിലോമീറ്ററിന് അകത്തുള്ള ഈ അണ്ടർ പാസേജ് ഉള്ള ഒരു ജംഗ്ഷനും യഥാർത്ഥത്തിൽ ചാത്തന്നൂർ അതും നമ്മൾ വിസ്മരിച്ചുകൂടാ. വേറെ ഒരു സ്ഥലത്തിനും ഇല്ല. ഈ 1.5 കിലോമീറ്ററിനകത്ത് ഈ 4 അണ്ടർ പാസേജ് വരുന്ന ഹൈവേയിൽ. അതെ. ഇനി നമുക്കൊരു ചായ കുടിച്ചാലോ? ഇനി നമുക്ക് അവിടുത്തെ ഒരു ചായയും കുടിച്ചിട്ട് സംഭവം വൈൻഡ് അപ്പ് ചെയ്യാം.